ജീവാംശമായി ഭാഗം 14. രചന ഉമ്മു ഫർഹത്ത്. അവതരണം ഷാജഹാൻ ചളിക്കോട്. ബാംഗ്ലൂരിലെ തൻ്റെ ഫ്ലാറ്റിലിരുന്ന് അടുത്ത ആഴ്ചത്തെ മീറ്റിങ്ങിനുള്ള പ്രസൻറ്റേഷൻ തയ്യാറാക്കുകയായിരുന്നു ആദിഷ്. പെട്ടെന്നാണ് ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ ജ്യേഷ്ഠൻ ഗണേശിൻ്റെ പേര് കണ്ടപ്പോൾ അവൻ വേഗം ഫോണെടുത്തു. സമയം രാത്രി 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഗണേശ് സാധാരണ അങ്ങനെ വിളിക്കാറില്ല. ഹലോ ഗണേശേട്ടാ, എന്താ ഈ നേരത്ത്? ആദിഷ് ചോദിച്ചു. മറുപുറത്ത് ഗണേശിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ആദി, നീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിക്കണം. അച്ഛനും കൃഷ്ണനങ്കളും സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെട്ടു. അത് കേട്ടപ്പോൾ ആദിഷിൻ്റെ ഉള്ളിലൊരു മിന്നൽ പിണർ പാഞ്ഞുപോയതുപോലെ. എന്ത്? എവിടെ വെച്ച്? എങ്ങനെയുണ്ട്? അവർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും? ചോദിക്കുമ്പോൾ ആദിയുടെ സ്വരം ഒന്ന് വിറച്ചു. പാലിയേക്കര ടോളിനടുത്ത് വെച്ച് ഒരു ലോറി വന്ന് അവർ സഞ്ചരിച്ചിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. അങ്കിൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അച്ഛനെ ഇപ്പോൾ തൃശ്ശൂരിലെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നില അല്പം ഗുരുതരമാണ് ആദി, നീ വേഗം വരാൻ നോക്ക്. ഗണേശിൻ്റെ വാക്കുകൾ മുറിഞ്ഞുപോയിരുന്നു. ആദി ആ വാർത്ത കേട്ടപ്പോൾ ചെവിയിൽ ഈയമൊഴിച്ച പോലെ മരവിച്ചു നിന്നുപോയി. കൃഷ്ണനങ്കിൾ മരിച്ചുവെന്ന വാർത്ത അവന് വിശ്വസിക്കാനായില്ല. കൂടുതൽ ചിന്തിച്ചു നിൽക്കാതെ അവൻ വേഗം ഓഫീസിലേക്ക് അർജൻറ്റ് മെയിൽ അയച്ചുകൊണ്ട് വേഗം ഡ്രസ്സ് മാറി ഇറങ്ങി. ഒരു ഊബർ വിളിച്ച് നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. കാറിൽ വെച്ച് അവൻ പ്ലെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. 11 മണിക്കുള്ള എയർലൈൻസിൽ തന്നെ കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. പ്ലെയിനിറങ്ങി നേരെ മറ്റൊരു ടാക്സിയിൽ കയറി. അത് അവനെയും കൊണ്ട് തൃശ്ശൂർ ലക്ഷ്യമാക്കി പാഞ്ഞു. അർദ്ധരാത്രിയോടെ തന്നെ ആദി തൃശ്ശൂരിലെ ഹോസ്പിറ്റലിലെത്തി. അവിടെ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. ICUവിന് മുന്നിൽ അമ്മയും സഹോദരങ്ങളും തളർന്നിരിക്കുന്നത് അവൻ കണ്ടു. വേഗം അങ്ങോട്ട് ചെന്നു. ഏട്ടാ, അച്ഛൻ എങ്ങനെയുണ്ട്? ഡോക്ടറെ കണ്ടിരുന്നോ? ആദി ഒട്ടൊരു സങ്കടത്തിൽ ചോദിച്ചു. ഒന്നും പറയാറായിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോൾ സർജറി ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ വരാന്തയുടെ അറ്റത്ത് മാളവിക ഇരിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ വിയോഗം അവളെ പാടെ തകർത്തിരിക്കുന്നു. കണ്ണീർ പറ്റിയ കണ്ണുകളോടെ അവൾ ശൂന്യതയിലേക്ക് നോക്കിയിരുന്നു. കൃഷ്ണൻ്റെ പോസ്റ്റ്മോർട്ടം പിറ്റേന്ന് രാവിലെയാണ്. അതുകൊണ്ട് ബോഡി മോർച്ചറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അവളോട് എല്ലാവരും വീട്ടിൽ പോകാൻ പറഞ്ഞെങ്കിലും അവൾ പോയില്ല. ആ ഹോസ്പിറ്റൽ വരാന്തയിൽ അങ്ങനെ ഇരുന്നു. ആദ്യം അവളെ കണ്ടപ്പോൾ ഒന്ന് നോക്കി നിന്നുപോയി. പണത്തിൻ്റെ അഹങ്കാരത്തിൽ അച്ഛനും മോളും ചെയ്തു കൂട്ടിയതൊക്കെ ആലോചിച്ചാൽ കിട്ടിയതൊന്നും പോരാ എന്ന് തോന്നിപ്പോകും. പക്ഷേ ഇങ്ങനെ ഒരു തകർന്ന നിമിഷത്തിൽ കാണേണ്ടി വരുമ്പോൾ ഉള്ളിലെ പകയൊക്കെ അറിയാതെ ഉരുകിയൊലിച്ചു പോകും. ആദ്യം ഒന്ന് നെടുവീർപ്പിട്ടു. തൻ്റെ അച്ഛൻ്റെ ചേതനയേറ്റ ശരീരം മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ തന്നെ മാളവികയുടെ ഉള്ളിൽ പശ്ചാത്താപത്തിൻ്റെ കനലുകൾ എരിഞ്ഞു തുടങ്ങിയിരുന്നു. അച്ഛൻ്റെ അധികാരവും പണവും തൻ്റെ അഹങ്കാരത്തിന് കൂട്ടുപിടിച്ച നിമിഷങ്ങൾ ഓരോന്നായി അവളുടെ ഓർമ്മയിൽ തികട്ടി വന്നുകൊണ്ടിരുന്നു. ജാൻവിയെ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ തടഞ്ഞു വെച്ചു താൻ പറഞ്ഞ ക്രൂരമായ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി. നിന്റെ അച്ഛനെന്നും പല വഴികളിലൂടെയും ഓട്ടോയുമായി പോകുന്നതറിയാലോ. എന്തെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും വഴിയിൽ ഒരു വലിയ ലോറി പാഞ്ഞു വരുമ്പോൾ നിന്റെ അച്ഛൻ ആ ലോറിക്കടയിൽ ചിതറിപ്പോകുന്നത് നിനക്ക് കാണണോ? അത് അപകടമരണമായി മായ്ച്ചു കളയാൻ എൻ്റെ അച്ഛന് മിനിറ്റുകൾ മതി, അറിയാലോ. അന്ന് ജാൻവിയുടെ വിറയ്ക്കുന്ന ശബ്ദവും വിങ്ങിക്കരച്ചിലും കേട്ടപ്പോൾ താൻ അനുഭവിച്ച ജയഭാവം ഇന്ന് മാളവികയെ ശ്വാസം മുട്ടിച്ചു. തൻ്റെ അച്ഛൻ്റെ തണലിലായിരുന്നല്ലോ താൻ ഈ അഹങ്കാരമെല്ലാം കാണിച്ചത്. ഇന്ന് ആ തണൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായിരിക്കുന്നു. മരണത്തിന് മുന്നിൽ തൻ്റെ പണത്തിനൊരു വിലയുമില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ അച്ഛനെ എങ്ങനെ ഇല്ലാതാക്കുമെന്ന് താൻ ഭീഷണിപ്പെടുത്തിയോ അതുപോലെ തൻ്റെ അച്ഛനെ തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൾ കുറക്കെ അലറിക്കരയാൻ തോന്നി. ആ വരാന്തയിൽ തന്നെ ICUവിൻ്റെ മുൻപിൽ വാസുദേവൻ അങ്കിളിൻ്റെ ജീവന് വേണ്ടി ആദിഷ് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ സന്തോഷം തകർക്കാൻ താൻ ജാൻവിയെ ഭീഷണിപ്പെടുത്തി അകത്തിയത് എത്ര വലിയ തെറ്റാണെന്ന് അവൾക്ക് ബോധ്യമായിരുന്നു. ICUവിന് മുന്നിൽ നിൽക്കുമ്പോൾ ആദിഷിൻ്റെ മനസ്സ് നിറയെ ജാൻവിയായിരുന്നു. ഈ തകർന്ന നിമിഷത്തിൽ തന്നെ ചേർത്ത് പിടിക്കാൻ അവൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നവൻ കൊതിച്ചു. പക്ഷേ തൻ്റെ കുടുംബം അവൾക്ക് നൽകിയ മുറിവുകൾ അത്ര വലുതാണ്. പക്ഷേ തൻ്റെ പെണ്ണിന് ആരോടും വെറുപ്പും ദേഷ്യവും ഒന്നുമില്ല. മാളവിക മെല്ലെ എഴുന്നേറ്റ് ആദിഷിൻ്റെ അടുത്തേക്ക് വന്നു. അവളുടെ മുഖത്ത് പഴയ അഹങ്കാരത്തിൻ്റെ നീയൽ പോലുമില്ലായിരുന്നു. ആദി, എൻ്റെ അച്ഛൻ, അവൾ വിളിച്ചു. പക്ഷേ ബാക്കി വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിക്കിടന്നു. ആദിയുടെ കണ്ണുകളിലെ വേദന കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല. ജാൻവിയെ താൻ ഭീഷണിപ്പെടുത്തിയ കാര്യം അവനോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. ഈ അവസ്ഥയിലും ചിലപ്പോൾ തന്നെ അവൻ തല്ലിയെന്ന് വരും. അവൾ കണ്ണീരോടെ അവനെ ഒന്ന് നോക്കി. ആശ്വസിപ്പിക്കാനെന്നോണം അവനൊന്ന് അവളുടെ ഷോൾഡറിൽ തട്ടി. തൃശ്ശൂർ നഗരം ഉറങ്ങുമ്പോഴും ആ ഹോസ്പിറ്റലിൽ പല ജീവനുകളും വിധിയോട് മല്ലിടുകയായിരുന്നു. താൻ വിതച്ചത് തന്നെയാണ് താൻ കൊയ്യുന്നത് എന്ന തിരിച്ചറിവ് മാളവികയെ തളർത്തിക്കൊണ്ടിരുന്നു. കൃഷ്ണൻ്റെ തറവാട് വീട് ഒരു നിശബ്ദതയിലാണ്ടിരുന്നു. ആ മരണവാർത്തയുടെ ആഘാതം എല്ലാവരിലും പല രീതിയിലാണ് പ്രതിഫലിച്ചത്. രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് പുറപ്പെടുമ്പോൾ മാളവികയുടെ കൂടെ ആദിയും ഗണേശും കയറി. പന്തലും കാര്യങ്ങളും ആരോ സെറ്റ് ചെയ്തിട്ടുണ്ട്.
നാനാഭാഗത്തു നിന്നും വിവരം അറിഞ്ഞ് ഓരോരുത്തരും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മുറ്റത്ത് ഗണേഷ് ഫോണിലൂടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പോരാത്തതിന് അയാൾക്ക് ആൺകുട്ടികളുമില്ലായിരുന്നു. ആദി, നീ തളരരുത്. നീ വേഗം ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. ഇവിടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. അമ്മക്ക് നീയുണ്ടെങ്കിൽ ഒരാശ്വാസമാകും. ഗണേഷ് ആദിയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ആദി മറുപടി ഒന്നും മിണ്ടിയില്ല. ചേട്ടൻ്റെ വാക്കുകൾ അവന് ആശ്വാസമായിരുന്നു. തൻ്റെ അച്ഛൻ്റെ കുടിലമായ സ്വഭാവത്തിന് കാരണക്കാരനായ ആളാണെങ്കിലും കൃഷ്ണനങ്കിളിൻ്റെ ഈ വിയോഗം അവനെ ശൂന്യനാക്കി തീർത്തിരുന്നു. ആദി വിളിച്ചു പറഞ്ഞ വാർത്ത അറിഞ്ഞ് ജാൻവിയുടെ വീട്ടിലും ഒരു വല്ലാത്ത അന്തരീക്ഷമായിരുന്നു. അവളുടെ അച്ഛൻ സുധീഷ് ജനാൽക്കൽ ദൂരേക്ക് നോക്കി നിന്നു. അദ്ദേഹം അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. എങ്കിലും മകൾക്ക് വേണ്ടി പലപ്പോഴും കൃഷ്ണൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വന്നത് അയാൾ ഓർത്തു. ജാൻവി പതുക്കെ അച്ഛൻ്റെ അടുത്തേക്ക് നിന്നു. അച്ഛാ. സുധീഷ് ഒന്ന് തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദേഷ്യമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല. പകരം ഒരു ചെറിയ മ്ലാനത മാത്രം. കൃഷ്ണൻ്റെ പരുക്കൻ സ്വഭാവം കാരണം താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളുണ്ടെങ്കിലും വർഷങ്ങളായുള്ള ആ ബന്ധം പെട്ടെന്ന് അറ്റുപോയപ്പോൾ ഒരു നേരിയ വിഷമം അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു. പലതും വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടാവും, സുധീഷ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. മനുഷ്യൻ എത്രയൊക്കെ അഹങ്കരിച്ചാലും അവസാനം ഇത്രയേയുള്ളൂ. അദ്ദേഹം ഒരു ദീർഘനിശ്വാസം വിട്ടു. ആദ്യേട്ടൻ ഇതൊരു വലിയ സങ്കടമായിരിക്കും. ഏട്ടൻ്റെ അച്ഛനും സീരിയസ് ആണെന്നാണ് കേട്ടത്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുകയാണോ ആവോ? സുധീഷ് കൂടുതലൊന്നും പറഞ്ഞില്ല. ആ ചെറിയ വാക്കുകളിൽ കൃഷ്ണനോടുള്ള എല്ലാ പരിഭവങ്ങളും അദ്ദേഹം മായ്ച്ചു കളഞ്ഞതായി ജാൻവിക്ക് തോന്നി. അവളുടെ ഉള്ളിലും ആദിയെക്കുറിച്ചുള്ള ആശങ്കകൾ നിറഞ്ഞു. മാളവികയുടെ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ട ആദി ICU വാർഡിന് മുന്നിലെത്തി. അവിടെ എത്തിയപ്പോൾ ചേച്ചിമാരുടെയും അമ്മയുടെയും മുഖത്ത് അല്പം പ്രസരിപ്പ് തോന്നുന്നുണ്ട്. കാരണം അന്വേഷിച്ചപ്പോൾ വാസുദേവൻ ബോധത്തിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ അല്പം ആശ്വാസം തോന്നി. വാതിലിനപ്പുറത്ത് തൻ്റെ അച്ഛൻ മരണം മുഖാമുഖം കണ്ട് മടങ്ങുകയാണ്. നേഴ്സ് പുറത്തേക്ക് വന്നപ്പോൾ ആദിഷ് ആകാംക്ഷയോട് ചോദിച്ചു, സിസ്റ്റർ, അച്ഛൻ? ബോധം വന്നിട്ടുണ്ട്. രണ്ടാൾക്ക് കയറി കാണാം. പക്ഷേ പെട്ടെന്ന് ഷോക്കാകുന്ന ഒന്നും സംസാരിക്കരുത്. ഈ അപ്രോൺ ധരിച്ച് അകത്തേക്ക് പോയിക്കോളൂ. അവർ അതും പറഞ്ഞുകൊണ്ട് തിരികെ പോയി. ആദ്യ അമ്മയെയും ചേർത്ത് പിടിച്ച് ICUവിൻ്റെ അകത്തേക്ക് നടന്നു. തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ വിയോഗം വാസുദേവനെ എങ്ങനെ അറിയിക്കുമെന്നോർത്ത് അവൻ നീറി. അണുനാശിനിയുടെ ഗന്ധം കലർന്ന ആ വായുവിൽ ശ്വാസമെടുക്കാൻ പോലും അവന് പ്രയാസം തോന്നി. കിടക്കയിൽ നിസ്സഹായനായി കിടക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ ആദിശിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നും അധികാരത്തോടെ വിരൽ ചൂണ്ടിയിരുന്ന ആ കൈകൾ ഇന്ന് തളർന്നു കിടക്കുന്നു. താൻ ജാൻവിയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അച്ഛനോട് എത്രയോ തവണ മുഖാമുഖം കൊമ്പുകോർക്കേണ്ടി വന്നു. പക്ഷേ ഇന്ന് മരണത്തിൻ്റെ തണുപ്പ് അച്ഛനെ സ്പർശിച്ചു മടങ്ങിയപ്പോൾ ആ പിണക്കങ്ങളെല്ലാം വെറും ചാരമായി മാറിയതുപോലെ അവന് തോന്നി. ICUവിനുള്ളിൽ വാസുദേവൻ പതുക്കെ കണ്ണുകൾ തുറന്നു. അപ്പോൾ മുന്നിൽ കണ്ട മകൻ്റെ കൈകളിൽ അദ്ദേഹം മുറുകെ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിരിഞ്ഞത് തൻ്റെ ഉറ്റ സുഹൃത്തിനെയായിരുന്നു. സത്യം പറയാനാവാതെ ആദിഷ് തല താഴ്ത്തി നിന്നു. ഭാര്യ സാരിത്തലപ്പ് വായിൽ ചിരുതി കരച്ചിലടക്കി പിടിച്ചിട്ടുണ്ട്. ആ ഒരു കാഴ്ചയിൽ തന്നെ സത്യം അയാൾ തിരിച്ചറിഞ്ഞു. അതേസമയം തറവാട്ടുമുറ്റത്ത് കൃഷ്ണനങ്കിളിൻ്റെ അന്ത്യകർമ്മങ്ങൾക്കായി ചിതയൊരുങ്ങുമ്പോൾ മാളവിക തൻ്റെ ആഡംബര മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. തൻ്റെ പണക്കൊഴുപ്പിൽ അവൾ തകർക്കാൻ ശ്രമിച്ച ജാൻവിയുടെ കുടുംബം ഇന്ന് സുരക്ഷിതമാണ്. എന്നാൽ തൻ്റെ ലോകം തകർന്നിരിക്കുന്നു. പണം കൊണ്ട് എന്തും നേടാം എന്ന് അച്ഛൻ പഠിപ്പിച്ചു തന്ന പാഠം എത്ര വലിയ തെറ്റായിരുന്നു എന്നവൾ തിരിച്ചറിയുകയായിരുന്നു. പുറത്ത് മഴ പെയ്തു തുടങ്ങിയിരുന്നു. പലരുടെയും പശ്ചാത്താപങ്ങളും സങ്കടങ്ങളും കഴുകിക്കളയാനെന്നോണം ആ നഗരത്തിനു മുകളിൽ കറുത്ത മേഘങ്ങൾ വിങ്ങിപ്പൊട്ടിയൊഴുകി. ജീവിതം എന്നത് എത്ര പ്രവചനാതീതമായ ഒരു കളിയാണെന്ന് ഓരോ നിമിഷവും അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ആദി, വളരെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അച്ഛാ, സമാധാനമായിരിക്കൂ. ഡോക്ടർ വരും. അച്ഛന് കുഴപ്പമൊന്നുമില്ല. ആദിഷ് വാക്കുകൾ ഇടറാതെ നോക്കി. വാസുദേവൻ്റെ കണ്ണുകൾ വാതിലിലേക്ക് നീണ്ടു. അവിടെ തൻ്റെ പ്രിയ സുഹൃത്ത് കൃഷ്ണൻ കടന്നു വരുന്നത് അദ്ദേഹം സ്വപ്നം കണ്ടു. കൃഷ്ണൻ, അവൻ എങ്ങനെയുണ്ട്? അവൻ സുഖമായിരിക്കുന്നോ? ആദിഷ് ആ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും അത് കേട്ടപ്പോൾ അവൻ്റെ ഉള്ളുലഞ്ഞു. അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മ പൊട്ടിക്കരച്ചിൽ അടക്കി പിടിച്ച് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. സത്യം പറയുക എന്നതല്ലാതെ ആദിഷിന് മുന്നിൽ മറ്റ് വഴികളില്ലായിരുന്നു. അച്ഛാ! ആദിഷ് അദ്ദേഹത്തിൻ്റെ വിറയ്ക്കുന്ന കൈകൾ തൻ്റെ നെഞ്ചോട് ചേർത്തു. കേൾക്കുമ്പോൾ അച്ഛൻ വിഷമിക്കരുത്. കൃഷ്ണനങ്കിൾ നമ്മളെ വിട്ടുപോയി. അപകടം നടന്ന അന്ന് തന്നെ. അങ്കിളിൻ്റെ സംസ്കാരം ഇന്നലെ കഴിഞ്ഞു. വാസുദേവൻ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. ഹോൾട്ടർ മോണിറ്റർ ബീപ് ബീപ് എന്ന ശബ്ദത്തിൽ വേഗത്തിൽ ശബ്ദിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകി. തൻ്റെ ബിസിനസ്സുകളിൽ പാതിയായിരുന്ന, സുഖത്തിലും ദുഃഖത്തിലും തണലായി നിന്ന സുഹൃത്ത് ഇനിയില്ലെന്ന സത്യം ആ മനുഷ്യനെ തളർത്തിക്കളഞ്ഞു. താൻ മാത്രം എന്തിനു രക്ഷപ്പെട്ടു എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നീറി. എൻ്റെ കൃഷ്ണൻ, പാവം, അവന് ഞാൻ കൊടുത്ത വാക്ക്. വാസുദേവൻ ഒന്ന് വിതുമ്പി. തങ്ങൾ രണ്ടുപേരും ചേർന്ന് നെയ്ത സ്വപ്നങ്ങൾ, മക്കളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കണമെന്ന വാശി,
പണത്തോടുള്ള ആർത്തി എല്ലാം വെറും ചാരമായത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കൃഷ്ണൻ്റെ മരണം അദ്ദേഹത്തിന് സ്വന്തം മരണത്തേക്കാൾ വേദന തോന്നി. കുന്നത്ത് കൃഷ്ണൻ്റെ ആ വലിയ ബംഗ്ലാവ് ഇപ്പോൾ ഒരു ശവപ്പറമ്പ് പോലെ നിശബ്ദമാണ്. പണ്ട് അധികാരത്തിൻ്റെ ഹുങ്കിൽ എല്ലാവരെയും വിറപ്പിച്ചിരുന്ന ആ വീടിൻ്റെ ഐശ്വര്യം പടിയിറങ്ങിപ്പോയിരിക്കുന്നല്ലോ. വീടിൻ്റെ ഉള്ളിൽ വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്ന അമ്മയെ നോക്കി മാളവിക അങ്ങനെ നിന്നു. അവളുടെ ഉള്ളിൽ ഒരു കടലിരമ്പുകയായിരുന്നു. താൻ സ്നേഹിച്ച, തന്നെ രാജകുമാരിയായി വളർത്തിയ അച്ഛൻ ഇനിയില്ല. ജാൻവിയെ വേദനിപ്പിക്കാൻ താൻ ഉപയോഗിച്ചിരുന്ന ഏറ്റവും വലിയ ആയുധം അച്ഛനായിരുന്നു. ഇന്ന് ആ ആയുധം നഷ്ടപ്പെട്ടിരിക്കുന്നു. മാളവിക തളർച്ചയോടെ കണ്ണാടിക്ക് മുന്നിലെത്തി. അവളുടെ കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ വീണിരിക്കുന്നു. ജാൻവിയോടുള്ള പകയും ആദിയെ സ്വന്തമാക്കാനുള്ള വാശിയും അവളെ ഒരു കാലത്ത് അന്ധയാക്കിയിരുന്നു. പക്ഷേ അച്ഛൻ്റെ ചിതക്ക് തീ കൊളുത്തിയത് കണ്ടപ്പോൾ അവളുടെ ഉള്ളിലെ ആ വാശിയെല്ലാം ഒലിച്ചുപോയി. ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്? അവൾ തന്നോട് തന്നെ ചോദിച്ചു. ജാൻവിയുടെ അച്ഛന് മുന്നിൽ വെച്ച് അവളെ ഭീഷണിപ്പെടുത്തിയതും, അവരെ വയനാട്ടിലേക്ക് പോകാൻ നിർബന്ധിച്ചതും, ആദിയെ ജാൻവിയിൽ നിന്ന് അകറ്റാൻ നോക്കിയതും എല്ലാം ഇപ്പോൾ അവൾക്ക് വലിയ പാപങ്ങളായി തോന്നി. തൻ്റെ അച്ഛൻ്റെ അകാല മരണത്തിന് തൻ്റെ പ്രവൃത്തികൾ കാരണമായോ എന്നൊരു ഭയം അവളെ പിടികൂടി. അമ്മ മുറിയിലേക്ക് കടന്നു വന്നു. അവരുടെ മുഖത്തെ ഗമയെല്ലാം പോയിരിക്കുന്നു. മാളു, നമ്മൾ ഇനി എന്തു ചെയ്യും? ബിസിനസ്സും ഈ വീടും എല്ലാം നിൻ്റെ അച്ഛൻ്റെ കൂടെ പോയി. വാസുദേവനും കൂടി കൈവിട്ടാൽ നമ്മൾ തെരുവിലാകും. അമ്മയുടെ വാക്കുകൾ മാളവികയെ അത്ഭുതപ്പെടുത്തി. ഈ അവസ്ഥയിലും അവർ ചിന്തിക്കുന്നത് പണത്തെക്കുറിച്ചാണ്. മാളവിക ഒന്നും മിണ്ടിയില്ല. അവൾക്കിപ്പോൾ വേണ്ടത് പണമല്ല, നഷ്ടപ്പെട്ട അച്ഛൻ്റെ തണലാണ്. അതിനി എവിടെ കിട്ടാനാണ്? കൃഷ്ണൻ പുതിയൊരു ബിസിനസ് തുടങ്ങാനായി വീടും പറമ്പും എല്ലാം പണയപ്പെടുത്തി കോടികളാണ് ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ളത്. അതിൻ്റെ തിരിച്ചടവ് മുടങ്ങിയാൽ വീടും സമ്പാദ്യങ്ങളുമെല്ലാം നഷ്ടമാകും. അതാണ് അവളുടെ അമ്മ ഉദ്ദേശിച്ചത്. ജാൻവിയും സുധീഷും ഈ വാർത്തകൾ അറിയുന്നുണ്ടായിരുന്നു. ജാൻവിക്ക് വാസുദേവൻ അങ്കിളിനോടോ കൃഷ്ണൻ അങ്കിളിനോടോ വ്യക്തിപരമായ വിരോധമുണ്ടായിരുന്നില്ല. അവർ ചെയ്ത തെറ്റുകൾ അവരെ വേട്ടയാടുന്നു എന്ന് മാത്രം അവൾ കരുതി. അന്ന് രാത്രി ജാൻവി ആദിയെ വിളിച്ചു. ഫോണെടുത്ത ആദി ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ആദിയേട്ടാ, സാരമില്ല, അച്ഛനെ നന്നായി നോക്കണം. മാളവികയെയും അമ്മയെയും പോയി കാണണം. ഈ സമയത്ത് ആരും ആരെയും വെറുക്കരുത്. അവൾ ചെയ്തതെല്ലാം മറന്നു കളയണം. ജാൻവിയുടെ വാക്കുകൾ ആദിക്ക് വലിയ കരുത്തു നൽകുന്നുണ്ടായിരുന്നു. എൻ്റെ ജാനിപ്പെണ്ണെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. നിന്റെ മടിയിൽ കിടന്നൊന്ന് കരയണം. ആദിശ് ഒന്ന് തേങ്ങി. ആഡംബരങ്ങളുടെ നടുവിൽ ജനിച്ചു വളർന്ന ആദിശിന് തൻ്റെ അച്ഛൻ്റെ ഈ തകർച്ച കാണാൻ കഴിയുമായിരുന്നില്ല. പണത്തേക്കാൾ വലുതാണ് സ്നേഹമെന്ന് അവൻ തിരിച്ചറിഞ്ഞത് ഇത്ര വലിയൊരു വില കൊടുത്താണല്ലോ എന്നോർത്ത് അവൻ നൊമ്പരപ്പെട്ടു. അതിനെന്താ ആദിയേട്ടാ, ഞാൻ നാളെ അങ്ങോട്ട് വരാം. എനിക്കും ആദിയേട്ടൻ്റെ അച്ഛനെ ഒന്ന് കാണണം. പിന്നെയും ഓരോന്ന് സംസാരിച്ചവൾ ആദിയെ സമാധാനിപ്പിച്ചു. പിറ്റേന്ന് ആശുപത്രി വരാന്തയിലെ തണുപ്പിന് പുറത്തെ മഞ്ഞിനേക്കാൾ കാഠിന്യമുണ്ടായിരുന്നു. ICUവിൻ്റെ ചില്ലുവാതിലിനപ്പുറം നിശബ്ദതയിൽ അമർന്നു കിടക്കുന്ന തൻ്റെ അച്ഛനെ നോക്കി നിൽക്കുമ്പോൾ ആദിശിൻ്റെ ഉള്ളിൽ ഓർമ്മകൾ ഇരമ്പുകയായിരുന്നു. ഗമയോടെ നടന്നിരുന്ന, പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്ന് വിശ്വസിച്ചിരുന്ന ആ മനുഷ്യൻ ഇന്ന് യന്ത്രങ്ങളുടെ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്നു. താഴെ പാർക്കിങ്ങിൽ സുധീഷിൻ്റെ വണ്ടി വന്നു നിന്നു. ജാൻവി കാറിൽ നിന്നിറങ്ങി മുകളിലേക്ക് നോക്കി. തൃശ്ശൂരിലെ ഈ വലിയ ആശുപത്രിയുടെ മുകളിൽ എവിടെയോ തൻ്റെ പ്രിയപ്പെട്ടവൻ തളർന്നിരിക്കുന്നുണ്ടാവുമെന്ന് അവൾക്കറിയാമായിരുന്നു. മോളെ, നീ ചെന്ന് ആദിയെ കാണൂ, ഞാൻ എവിടെ ഇരിക്കാം, സുധീഷ് പറഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് വാസുദേവനുമായി ഉണ്ടായ ആ വലിയ പിണക്കം സുധീഷിനെ അകത്തേക്ക് കയറുന്നതിൽ നിന്ന് തടയുന്നുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ മകളുടെ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹം വരാൻ തയ്യാറായി. ലിഫ്റ്റ് തുറന്ന് ജാൻവി പുറത്തേക്ക് വന്നപ്പോൾ കണ്ടത് തല കുനിച്ചിരിക്കുന്ന ആദിശിനെയാണ്. അവനാകെ തകർന്നു പോയിരിക്കുന്നു. ജാൻവി പതുക്കെ അവൻ്റെ അരികിൽ ചെന്നിരുന്നു. അവളുടെ സ്പർശനമറിഞ്ഞപ്പോൾ ആദിശ് തല ഉയർത്തി. ജാനി. അവൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവൾ അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. ആദിയേട്ടാ, ഞാൻ വന്നല്ലോ, നമുക്ക് ആദ്യം അങ്കിളിനെ കാണാം. ആദിശ് അവളെയും കൂട്ടി ICUവിനുള്ളിലേക്ക് കടന്നു. അവളുടെ ബെഡിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന വാസുദേവൻ. ഹോട്ടർ മോണിറ്ററിലെ വരകൾ താളത്തിൽ മുകളിലേക്കും താഴേക്കും ചലിക്കുന്നു. ജാൻവി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നു. പണ്ട് തന്നെയും അച്ഛനെയും ആ വീടിൻ്റെ പടിയിറങ്ങി പോകാൻ കാരണക്കാരനായ മനുഷ്യനാണ് മുന്നിൽ കിടക്കുന്നത്. പക്ഷേ ഇന്നവൾക്ക് തോന്നിയത് സഹതാപം മാത്രമാണ്. അവൾ പതുക്കെ അദ്ദേഹത്തിൻ്റെ വിറയ്ക്കുന്ന വിരലുകളിൽ തൊട്ടു. വാസുദേവൻ മെല്ലെ കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ജാൻവിയെ കണ്ടപ്പോൾ ആ കണ്ണുകളിൽ ഒരു മിന്നലാട്ടമുണ്ടായി. എന്തോ പറയണമെന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ നാവ് വഴങ്ങുന്നില്ല. കൃഷ്ണൻ്റെ മരണവാർത്ത കേട്ടതിന് ശേഷം ആ മനുഷ്യൻ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കണ്ണീർ തുള്ളികൾ ചെവിയിലൂടെ തലയിണയിലേക്ക് ഊർന്നിറങ്ങി. അങ്കിൾ, ഒന്നും പറയണ്ട, എല്ലാം ശരിയാകും, സമാധാനമായിരിക്കൂ, ജാൻവി പതുക്കെ മന്ത്രിച്ചു. വാസുദേവൻ അവളെ നോക്കി വെറുതെ ഒന്ന് മിഴിച്ചു. ആ നോട്ടത്തിൽ ഒരു വലിയ മാപ്പപേക്ഷ ഉണ്ടായിരുന്നു. തൻ്റെ മകൻ തിരഞ്ഞെടുത്ത പെൺകുട്ടി എത്രത്തോളം നല്ലവളാണെന്ന് അദ്ദേഹം ആ നിമിഷം തിരിച്ചറിയുകയായിരുന്നു. പക്ഷേ തൻ്റെ കൂട്ടുകാരൻ കൃഷ്ണൻ്റെ വിയോഗത്തെ തുടർന്ന് തകർന്നുപോയ കുടുംബത്തെ ഓർത്ത് അദ്ദേഹം വീണ്ടും തളർന്നു. ആദിയേട്ടാ,
മാളവികയെ വിളിച്ചായിരുന്നോ? പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജാൻവി ചോദിച്ചു. ഇല്ല ജാനി, അവൾ ഇപ്പോഴും ഷോക്കിലാണ്. ആൻറ്റിക്ക് ഇപ്പോഴും കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായിട്ടില്ല. ബിസിനസ്സും പണവുമൊക്കെ പോയതിൽ മാത്രമാണ് അവരുടെ സങ്കടം. അച്ഛൻ്റെ ഈ അവസ്ഥ അവർക്ക് ഒരു അധികപ്പറ്റായി തോന്നും എന്നെനിക്ക് പേടിയുണ്ട്, ആദിഷ് സങ്കടത്തോടെ പറഞ്ഞു. ക്യാൻറ്റീനിലെ വെയിറ്റിംഗ് ഏരിയയിൽ ഒരു മൂലയിലിരിക്കുമ്പോൾ ആദിഷ് ജാൻവിയുടെ മടിയിലേക്ക് തലചായ്ച്ച് കിടന്നു. ജാനി, എനിക്കാകെ ഭയം തോന്നുന്നു. അച്ഛൻ്റെ ബിസിനസ്, അച്ഛൻ്റെ സുഖമില്ലായ്മ, കൃഷ്ണനങ്കിളിൻ്റെ കുടുംബം, എൻ്റെ ജോലിയെല്ലാം ഞാൻ എങ്ങനെ നോക്കും? ജാൻവി അവൻ്റെ മുടിയിലൂടെ വിരലോടിച്ചു. ആദ്യേട്ടാ, എല്ലാം റെഡിയാവും. കുറച്ച് ദിവസം കൂടി പറ്റുമെങ്കിൽ ലീവ് എടുക്ക്. ജാൻവിയുടെ ആ വാക്കുകൾ ആദിഷിന് വലിയൊരു ഊർജ്ജമായിരുന്നു. തൻ്റെ കൂടെ ഈ പെൺകുട്ടിയുണ്ടെങ്കിൽ ലോകം മുഴുവൻ എതിർത്താലും തനിക്ക് നേരിടാൻ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. അന്ന് രാത്രി ആശുപത്രി വരാന്തയിൽ ആദിഷിന് കാവലിരിക്കാൻ ജാൻവിയും സുധീഷും അവിടെ തന്നെ കൂടി. പണത്തിൻ്റെ ഹുങ്കിൽ ജയിച്ചു നടന്നവർ തോറ്റുപോയപ്പോൾ സ്നേഹം മാത്രം കരുതലാക്കിയവർ ആ ആശുപത്രി മുറിക്ക് പുറത്ത് കാവലിരുന്നു. കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്നും വാസുദേവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിച്ചു. വീൽചെയറിലിരുന്ന് അദ്ദേഹം തൻ്റെ വീടിൻ്റെ ഉമ്മറത്തേക്ക് നോക്കി. കൃഷ്ണൻ്റെ വീട് കുറച്ചപ്പുറം തന്നെയുണ്ട്. പക്ഷേ അവിടെ നിന്നും ഇനി ആരും വിളി കേൾക്കില്ല. പിറ്റേന്ന് തന്നെ വിവരം അറിഞ്ഞ് മാളവിക വാസുദേവനെ കാണാൻ വന്നു. അവിടേക്ക് കയറി വരുമ്പോൾ ആദിശനെ കണ്ടപ്പോൾ മാളവികയുടെ കണ്ണുകൾ താഴ്ന്നു പോയിരുന്നു. അവൾക്കവനെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലായിരുന്നു. അവൾ വേഗം അകത്തേക്ക് കയറി. വാസുദേവൻ മാളവികയുടെ തലയിൽ കൈവച്ചു. മോളെ, അച്ഛൻ പോയല്ലേ? എന്തു ചെയ്യാനാ? വിധി അങ്ങനെയാണെന്ന് കരുതിയാൽ മതി. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് കൂട്ടായി ഞാനുണ്ടല്ലോ, ആദ്യം ഉണ്ടാകുമല്ലോ. വാസുദേവൻ്റെ വാക്കുകൾ ആദിശിനെ ഞെട്ടിച്ചു. ഈ അവസ്ഥയിലും അച്ഛൻ ആ പഴയ വിവാഹാലോചനയെക്കുറിച്ച് തന്നെയാണോ ചിന്തിക്കുന്നത്? പക്ഷേ ആദിശ് ഒന്നും മിണ്ടിയില്ല. അച്ഛനെ ഈ അവസ്ഥയിൽ വിഷമിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. എന്നാൽ മാളവിക പതുക്കെ പറഞ്ഞു. അങ്കിൾ, ഞാൻ ഒന്നിനും അർഹയല്ല. ഞാൻ ഒത്തിരി പേരെ വേദനിപ്പിച്ചു. അവരുടെയൊക്കെ കണ്ണീരിൻ്റെ ശാപമായിരിക്കും എൻ്റെ അച്ഛൻ്റെ വിയോഗം. എനിക്കിപ്പോൾ ചെയ്തു പോയതിൽ പശ്ചാത്താപം മാത്രമേ ഉള്ളൂ. ആദ്യ ഇനിയും അതിൻ്റെ പേരിൽ ക്രൂശിക്കരുത്. അവളുടെ വാക്കുകളിലുണ്ടായ മാറ്റം ആദിശ് ശ്രദ്ധിച്ചു. മരണം മനുഷ്യരെ എത്ര വേഗമാണ് മാറ്റുന്നത്, മാറ്റിമറിക്കുന്നത്. ആ രാത്രി അവിടെ മഴ പെയ്തില്ല. പകരം അവിടെ വലിയൊരു മൗനം പടർന്നു. അടുത്ത ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.